മറ്റേത് 5 വർഷം വെച്ചാൽ മതി. ഏതാ നമ്മൾ ദേവീഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ 5 വർഷം കഴിയുള്ളത്. ഒന്നാം തീയതി ചടങ്ങെല്ലാം ഭംഗിയായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഓണത്തിന് പ്രത്യേകിച്ച് നടക്കില്ല. തിരുവോണമില്ല, 1-ാം തീയതി വിശേഷാല് സദ്യ ഓണസദ്യ അതായത് ചോദിച്ചാൽ ഗീതയും ഭർത്താവും ഉണ്ടായിരുന്നു. മക്കളും വന്നായിരുന്നു. എന്തായാലും അത് ഭംഗിയായിട്ടുണ്ട്. ഈ അടിസ്ഥാനം നമ്മുടെ ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ വന്നു. അമ്മേനോട് സുണ്ട് വെറുതെ എന്നൊരു കാര്യം പറഞ്ഞു ഓർക്കുന്നില്ല. ദുർഗ എന്നൊരു സങ്കല്പത്തിലേ ശരിക്കും കാർത്യായനി എന്ന് പറഞ്ഞ ദേവി ആ സങ്കല്പത്തില് അവിടുത്തെ സ്ഥായിയായ സാധനവും കാർത്യായനിയാണ്. പരാമ്പിക ആ ഒരു ദേവി സങ്കല്പത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങുകൾക്കും തടസ്സമില്ലാതെ നടക്കുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നടക്കും. നമ്മള് പ്രദേശത്തെ ഒരു നമ്മുടെ കുടുംബത്തിന്റെ മാത്രമല്ല, ആ നാടിന് തന്നെ ഒരു അതുകൊണ്ട് അതിനേക്കാൾ ഉപരി വിശ്വാസം വരും അവരുടെ ഇടയിലെ. ചിലര് ഭക്ഷണം കഴിക്കാൻ വരുന്നവരല്ലേ, അതല്ല സ്ഥിരമായിട്ട് വരുന്നുണ്ട്. നമുക്കിനി 1-ാം തീയതി വിളക്ക് എത്തിക്കുമ്പോഴേ ഒരു നാരങ്ങാ ദീപം കൂടെ കൊടുക്കും. ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇപ്പൊ? നാരങ്ങാ ദീപം എങ്ങനെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മൾ മാത്രം ചെയ്താൽ മതി. ഒരു വാഴപ്പോള എടുക്കുക. വാഴപ്പോളയ്ക്ക് അകത്ത് പുഷ്പം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുനാരങ്ങ 2ആയിട്ട് അറിയാലോ, കുറച്ച് തിരിച്ചിട്ട് അത് കത്തിക്കണം. അത് ഒരു 11 നാരങ്ങ മുറിച്ച് 22 ദീപം കിട്ടും. അത് 21 വിളക്ക് കത്തിക്കണം. മനസ്സിലായോ? 21 വിളക്ക് കത്തിച്ചിട്ട് ബാക്കി വരുന്ന മുറിയുണ്ടല്ലോ അത് കമഴ്ത്തി വയ്ക്കണം. അതിന്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടി തൂവണം. മനസ്സിലായോ? ഇങ്ങനെ നീളത്തിൽ വാഴപ്പോളം. വാഴപ്പോളയിൽ 21 തിരി എന്ന് വെച്ചാൽ 11 എണ്ണത്തിൽ മുറിക്കുമ്പോൾ 22 എണ്ണം കിട്ടും. അതായത് 11 എണ്ണം കത്തിക്കുന്നു. ബാക്കിയുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഒരു നാരങ്ങയുടെ മുറിയുള്ളത് കമഴ്ത്തി വെച്ച് അതിന്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടി തൂവണം. അതാണ് നാഗൻ. മനസ്സിലായോ? സങ്കല്പിച്ച് നമ്മുടെ ദേവിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ തട്ടിലല്ല, വെളിയിൽ വെച്ചാണ് എല്ലാവരും കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നാഗബന്ധത്തിന്റെ ദുരിതം മാറും. അല്ലെങ്കിൽ നമ്മളിപ്പോ അവർക്ക് അറിയാം നമുക്ക് വേണ്ടിയുള്ള സ്ഥാനം കൊടുക്കാൻ പോവുകയാണ്, പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വിഷം തീണ്ടുക എന്ന് മാത്രമല്ല ഇതിന്റെ നിയമം. ആചാര്യനും ശ്രദ്ധിക്കണം, ആചാര്യന്, യജമാനന്, സഹകാരികൾ എന്നുവെച്ചാൽ പരിസരവാസി, ഇത്രയും പേരെ ബാധിക്കും ഈ സാധനം. ആചാര്യന്, യജമാനന്, സഹകാരി, അതാണ് എന്റെ നിയമം. ഇത് ഏത് തരത്തിലൊക്കെ വരുമെന്ന് വെച്ചാൽ വിഷം തീണ്ടുക എന്നൊരു സങ്കല്പത്തിൽ മാത്രമല്ല, മറിച്ച് ഒന്നുകിൽ രോഗാവസ്ഥ വരുത്തും. അതാണ് ഈ ഉദര സംബന്ധിയായ രോഗങ്ങൾ വരുത്തുന്ന സാധനം. 2 ഞരമ്പ് സംബന്ധിച്ച രോഗങ്ങൾ വരുത്തും. 3 ആരോഗ്യപരമായ വിഷമതകൾ ഓരോന്നോരോന്നായിട്ട് വരുത്തും. അതാണ് അതിന്റെ നിയമം. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ നമ്മൾ ഈ മാസത്തെ 1-ാം തീയതി മുതൽ തുലാമാസം 1 മുതൽ നമുക്കതൊന്ന് ചെയ്യാം. വൈകിട്ട് നമുക്ക് ടൈമൊന്നും നോക്കണ്ട. നമ്മൾ എപ്പോഴാണോ വൈകിട്ടിലാണോ ഉറക്കുക, അത് രാവിലെയാണോ? വൈകിട്ട് നട ഉറക്കുന്ന സമയത്ത് ഈ സാധനം ചെയ്യുക. അതിപ്പോ അപ്പൊ രാവിലെ ആവാം, വൈകിട്ടാവാം. എല്ലാരും പങ്കെടുക്കുന്ന രാവിലെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും പങ്കെടുക്കുന്ന സമയം. അപ്പൊ ആ ദീപത്തിന്റെ പ്രഭാവലയത്തിൽ നമുക്ക് പവർ ഉണ്ടാവും. അപ്പൊ ഇത് ഒഴിക്കേണ്ടത് നെയ്യായിരിക്കണം. മനസ്സിലായോ? നെയ്യായിരിക്കണം. ഇത് കത്തി കഴിയുമല്ലോ, അത് നേരെ എടുത്ത് ഒഴുക്ക് വെള്ളത്തിൽ കളയണം. കത്തിച്ച് കഴിഞ്ഞിട്ട് നെയ്യ് കത്തിച്ച് നമ്മളൊരു ശരിക്കും പറഞ്ഞാല് 1 നാഴിക മുതൽ 3 നാഴിക വരെ വെക്കാവുന്ന, 2.5 നാഴിക വരെ വെക്കാവുന്ന എന്ന് വെച്ചാല് 24 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ അത് വെക്കാം. മനസ്സിലായോ? അപ്പൊ അത് കത്തിച്ച് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണേ പൊങ്കാല തുടങ്ങുമ്പോ കത്തിച്ചിട്ട് പൊങ്കാല തീരുമ്പോഴത്തേക്ക് അത് സമർപ്പിക്കാം. അങ്ങനെ അത് ചെയ്യാം. അത് ഒഴുക്ക് അല്ലേട്ടാ, കടലിൽ കളയാനൊക്കെ അടുത്ത് കടലല്ലേ?
തോട് അവിടെ ഉണ്ട്, അത് ഒഴുകുന്നതല്ലേ, അത് വിഷയമില്ല. അത് കടലിലാണ് പോയി അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് നിർമാല്യമാണ്, നമ്മള് കഴിയുമ്പോൾ നിർമാല്യമായി. പിന്നെ അത് നിമഞ്ജനം ചെയ്യുക എന്നൊരു നിയമമാണ്, അതാണ് എന്റെ നിയമം. ഒന്നിച്ച് അപ്പൊ എല്ലാ തവണയും ഓരോ വാഴപ്പോള വേണമെന്നേ ഉള്ളൂ. അല്ല, ശരിക്കും അതിപ്പോ സൊല്ല് കത്തിച്ചാണ്, സൊല്ലാണല്ലോ അവിടുത്തെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സൊല്ല് തന്നെ കത്തിച്ച് വെച്ചാണ് ആ 11 നേരെ വരുന്നില്ല. അപ്പൊ 21 ദീപവും അങ്ങ് കത്തിച്ചു. ബാക്കിയുള്ളൊരു സഹായികളാകുക, നാരങ്ങ പിഴിയാനും ഇത് ചെയ്യാനും. പക്ഷെ കത്തിക്കേണ്ടത് മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. എങ്ങനെ വാഴപ്പോള എങ്ങനെ വെക്കുന്നു, അതിന്റെ മുകളിൽ പുഷ്പം നിറയ്ക്കുന്നു അതിന്റെ മുകളിൽ. അപ്പൊ ഇവര് ഓരോന്നും നാഗരുടെ ആ ഒരു പവറാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് തടസ്സമില്ലാതെ കാര്യം നടക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം, ഇവർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഈ ബാക്കിയുള്ളവരെ നമുക്ക് ഇപ്പൊ നമുക്കൊരു വീട് വെക്കാം, നമുക്ക് വസ്തു മേടിക്കാം, നമുക്ക് വണ്ടി വാങ്ങാം, ഇവൻ ഈ പറഞ്ഞ ആരാധനാലയം പണിയാം. പക്ഷെ ഇവരിൽ നിന്ന് വ്യത്യസ്തരാണ് ഈ നാഗര്. ഇവരെ നമ്മൾ തൊടാൻ ശ്രമിക്കുമ്പോൾ മുതലേ അവര് ശരിക്കും നമ്മളായിട്ട് ഇങ്ങനെ കുളയ്ക്കും. മനസ്സിലായി, ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ തയ്യാറായി നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുടുംബാംഗം മാത്രമാണ് ഞാൻ പറയുന്നത്, ആ ഭൂമിയുടെ ധനത്തിന്റെ അവകാശി അവരാണ്. അതിന്റെ മുകളിലുള്ള ഒരു ധനമുണ്ടെന്നും മനസ്സിലായല്ലോ. ആ ധനത്തിന് കാവലാളായിട്ട് അവരിരിക്കൊള്ളണം. ധനം ഉദ്ദേശിച്ച് നമ്മൾ വലിയ സ്വർണ്ണക്കെട്ടിയോ അല്ലെങ്കിൽ അതൊന്നും അല്ല. അതിന്റെ ധനം ഉദ്ദേശിച്ച് നമ്മുടെ മക്കൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക, നമുക്ക് അവിടെ നല്ല വീടുകൾ ഉണ്ടാവുക, മനസ്സിലായല്ലോ. ആയുസ്സും ആരോഗ്യവും ലഭ്യമാകുക, ഒരുപാട് യോഗങ്ങൾ അവിടെ വരുന്നത് ഇവരാണ്. ഇവര് കറക്റ്റ് ഈ സാധനമായിട്ട് വരിക. നമുക്കൊരു ആപത്ത് വരണമെങ്കിൽ ഇവർ എഴുതി വരും, ഒന്ന് നമ്മളെ ആപത്തിൽപ്പെടും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നാഗരുടെ മുന്നിൽ വെച്ച് നമുക്ക് പിന്നീട് മറ്റേത് ചെയ്യാം. ഈ ദേവിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഭഗവതിയുടെ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. ദേവിയുടെ ശരീരമാസകലം ഈ നാഗച്ചുറ്റാലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നാഗരാണ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഖണ്ഡനാഥം മുഴക്കുന്നത്. മണി അടിക്കുന്ന സമയത്താണ് ഈ നാഗർക്ക് ചലനം ഉണ്ടായിട്ട് ഭഗവതി കണ്ണു തുറന്നത്. അപ്പൊ നാഗരാണ് മൊത്തം അവിടെ നിൽക്കുന്നത്. അപ്പൊ അവര് നമ്മൾ വേണ്ട വിധേയം കാണും. പിന്നെ അന്ന് നമ്മുടെ പിന്നെ പര്യാപ്തമല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വേണ്ടത്ര കാര്യങ്ങളാവാത്തത് കൊണ്ടാണ്, എനിക്കത് കഴിഞ്ഞ് നമ്മൾ വാർഷികത്തിന് മറ്റേ ചെയ്തത് കൊണ്ടാണ് ഈ ചിന്ത വന്നത്. നാഗരുടെ പ്രശ്നം വന്നത് കറക്റ്റ് ആ പവർഫുൾ ആയിട്ട് ആ കാര്യം നടന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വളരെ ഭംഗിയായിട്ട് ചെയ്യാം. അപ്പൊ അന്നേ ദിവസം നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് അവിടെ അഷ്ടനാഗ പൂജ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അഷ്ടനാഗ പൂജ ചെയ്യാം. അപ്പൊ ആദ്യത്തെ വർഷം അങ്ങനെ ചെയ്യണമെന്നാണ്, അഷ്ടനാഗ പൂജ ചെയ്യണം. അത് നമ്മൾ ഉള്ളതൊന്നുമല്ല, നമുക്ക് തന്നെ അഷ്ടനാഗ രീതിയിൽ സങ്കല്പങ്ങളിലൂടെ പൂജ ചെയ്ത് പൂർത്തിയാക്കും. നല്ല ഇതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നതിന്റെ അന്ന് പ്രതിഷ്ഠ ദിവസം അഷ്ടനാഗ പൂജ അത് ഞാൻ പ്രത്യേകം തരാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഭംഗിയാക്കി നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാം. നല്ല ചൈതന്യമായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അവിടെ സ്ഥാനം നോക്കാമെന്നാണ് പുള്ളി തന്നെ പറഞ്ഞത്. 2 നിയമങ്ങളാണ്. ഒന്നെന്ന് വെച്ചാല് ഈ വലിയ നമ്മള് പ്രതിഷ്ഠയ്ക്കല്ല പ്രാധാന്യം, അവിടെ തേജസ്സിനാണ് പ്രാധാന്യം. ഇപ്പൊ ഒരു വിളക്ക് കത്തിച്ചാൽ ആ വിളക്കിലാണ് ആ തേജസ്സുള്ളത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ നമ്മുടെ ഇതിനകത്തേക്കല്ല അതിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ചെയ്യും. അതിന്റെ